അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളെ പുച്ഛിച്ചു തള്ളിയ സ്പെയിന്റെ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നു. സ്പെയിനിലെ സംയുക്ത സൈനിക താവളങ്ങൾ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല എന്നാണ് സാഞ്ചസിന്റെ ഉറച്ച നിലപാട്. സ്പെയിനെതിരെ വ്യാപാര ഉപരോധ ഭീഷണി മുഴക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് ആരാണ്? പെഡ്രോ സാഞ്ചസ് നോക്കാം. 2018 സ്പെയിനിലെ മരിയാനോ രജോയുടെ സർക്കാരിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് സ്പാനിഷ് സോഷ്യലിസ്റ്റ് വർക്കേഴ്സ് പാർട്ടി നേതാവായ പെഡ്രോ സാഞ്ചസ് പ്രധാനമന്ത്രിയാകുന്നത്. തികഞ്ഞ യുക്തിവാദിയായ പെഡ്രോ സാഞ്ചസ് സ്പാനിഷ് ചരിത്രത്തിലാദ്യമായി ബൈബിളോ കുരിശോ ഇല്ലാതെ ഭരണഘടന സംരക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ നേതാവാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD നേടിയ പെഡ്രോ സാഞ്ചസ് 100ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള 132 പാർട്ടികൾ ഉൾപ്പെട്ട UK ആസ്ഥാനമായ സോഷ്യലിസ്റ്റ് ഇന്റർനാഷണലിന്റെ പ്രസിഡന്റ് കൂടിയാണ്. മുൻ ബാസ്കറ്റ്ബോൾ താരവും ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ പെഡ്രോ സാഞ്ചസ് സ്പെയിനിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളെ വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്ന പ്രചാരണത്തോടെയാണ് ജനശ്രദ്ധയിലെത്തിയത്. 2014 സ്പാനിഷ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രീമിയർഷിപ്പ് നേടിയ സാഞ്ചസ് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് ഒരിക്കൽ രാജിവെച്ചെങ്കിലും 2017 അതിശക്തമായി തിരിച്ചുവരികയും പാർട്ടിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയുമായിരുന്നു. സ്പെയിനിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സഖ്യകക്ഷി സർക്കാരിനെ വിജയകരമായി നയിക്കുന്നുവെന്ന പ്രത്യേകതയും സാഞ്ചസിനുണ്ട്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ യുദ്ധവിരുദ്ധ നിലപാടുകൾ കൊണ്ട് ഇതിനകം തന്നെ ശ്രദ്ധേയനാണ് സാഞ്ചസ്. നേരത്തെ വെനസ്വേലയിലേക്കുള്ള അമേരിക്കൻ സൈനിക കടന്നുകയറ്റത്തെയും ഗസയിലെ ഇസ്രയേൽ വംശഹത്യയെയും പെഡ്രോ സാഞ്ചസ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ അമേരിക്കയ്ക്ക് സ്പെയിനിലെ സൈനിക താവളങ്ങൾ വിട്ടുനൽകില്ല എന്ന ഉറച്ച നിലപാട് പെഡ്രോ സാഞ്ചസ് സ്വീകരിച്ചിരിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.